Hey, my beautiful souls. How are you guys? Really want to ask this question because നമ്മൾ കുറെ ദിവസത്തിന് ശേഷമാണ് റീഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാനൊരു യാത്രയിലായിരുന്നു. അതാണ് റീഡിങ് കുറച്ച് ദിവസമായിട്ട് ഇല്ലാതിരുന്നത്. വളരെ സന്തോഷമായിട്ടുള്ള വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ജേർണിയിലായിരുന്നു. സോ ഇന്ന് ഫുൾ മൂൺ ഡേ ആണ്. സോ എന്താണ് നിങ്ങൾക്കുള്ള വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള മെസ്സേജ്? നിങ്ങളുടെ കറന്റ് സിറ്റുവേഷൻ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തൊക്കെ സംഭവിക്കുന്നു, നിങ്ങളുടെ കരിയർ ഫൈനാൻഷ്യൽ സിറ്റുവേഷനിൽ എന്തൊക്കെ സംഭവിക്കുന്നു, എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ് വരുന്നത്, അതാണ് നമ്മൾ ഇന്ന് മെയിൻ ആയിട്ട് നോക്കുന്നത്. നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ ആൻഡ് വാട്ട് യു ക്യാൻ എക്സ്പെക്ട് വെരി സൂൺ ഇൻ യുവർ ലൈഫ്. ലെറ്റ്സ് സീ. This is your current situation, career, financial situation and your relationship. Alright. So നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ ഒരു കറന്റ് സിറ്റുവേഷൻ, എന്താ അവസ്ഥയിൽ കൂടിയാണ് നിങ്ങൾ പോകുന്നത്, and എന്ത് ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളുടെ ലൈഫിൽ വെരി സൂൺ സംഭവിക്കാൻ പോകുന്നത്. ഓക്കെ, എന്താണ് നിങ്ങളുടെ ഒരു കറന്റ് സിറ്റുവേഷൻ? കളക്റ്റീവ് റീഡിംഗ് ആണ്. എന്താണ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നത്? ഓക്കെ, അസസിങ്. ഓക്കെ, ഗ്രേറ്റ്. സോ ചില ആളുകൾ നിങ്ങൾ വളരെ പ്രാക്ടിക്കൽ ആയിട്ട് ചില കാര്യങ്ങൾ എടുക്കുന്നുണ്ട്, വളരെ ആക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ആക്ഷനിൽ വരുന്നുണ്ട്. സോ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം, അല്ലെ? പുതിയ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. സോ നിങ്ങളുടെ ഒരു റിയലൈസേഷൻ സ്റ്റേജ് ഒക്കെ നിങ്ങൾ കഴിഞ്ഞിട്ടുണ്ടായിരിക്കണം. പല കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കി ആ ഒരു സിറ്റുവേഷനൊക്കെ ഓവർകം ചെയ്ത് നിങ്ങൾ പല ആക്ഷൻസിലേക്കും വന്നിട്ടുണ്ടായിരിക്കണം. പല കാര്യങ്ങളും റിയലൈസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ പല കാര്യങ്ങളും നിങ്ങൾ റിയലൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്, ആക്സെപ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം ചില ആളുകൾ ഇപ്പോഴും നിങ്ങൾ റിയലൈസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പിന്നെയും അതിനെപ്പറ്റിയിട്ട് കൂടുതൽ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരിക്കണം, അല്ലെ? കൂടുതൽ അതിനെപ്പറ്റിയിട്ട് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരിക്കണം. സോ നിങ്ങൾക്ക് വേണ്ട ആൻസർ ഓൾറെഡി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കണം. ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് ചിലത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതായിരിക്കാം. ഓക്കെ, സോ ലെറ്റ്സ് സീ എന്താണ് നിങ്ങളുടെ കരിയർ ഫൈനാൻഷ്യൽ സിറ്റുവേഷനിൽ സംഭവിക്കാൻ പോകുന്നത്. മണി, ജോബ്. ഓക്കെ, so what's your current situation? What you can expect soon in your life, your career, financial situation. Surrender. Great. Fear. Okay. Let's take message for your relationship. നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുക. Darkness. All right. സോ ചില ആളുകൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു സോളിറ്റ്യൂഡ് മോഡിലൂടെ ആയിരിക്കും ഈ ഒരു സമയത്ത് പോകുന്നുണ്ടായിരിക്കാം, റൈറ്റ്? ഓർ നിങ്ങളുടേതായിട്ടുള്ള ചില വഴികൾ നിങ്ങൾ ചൂസ് ചെയ്യുന്നുണ്ട് റിലേഷൻഷിപ്പിലൊക്കെ വരുന്ന സമയത്ത്. ചേഞ്ച്, ബിക്കോസ് നിങ്ങൾക്ക് ചേഞ്ച് ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്, ചേഞ്ച് ആക്സെപ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ചേഞ്ച് ഇസ് മസ്റ്റ്. ഓക്കെ, ഒരു സമയത്ത് നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങളുടെ ലൈഫിൽ റിലേഷൻഷിപ്പിലൊക്കെ വരുന്ന സമയത്ത് ചില മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട്. എന്തിനാണ് മാറ്റങ്ങൾ വരുത്തുന്നത്? അബൻഡൻസ്. ഓക്കെ, സോ ഒരു മേജർ ആയിട്ടുള്ള ഒരു ചേഞ്ച്, പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ച്, പ്രോസ്പെരിറ്റി, സമൃദ്ധി ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. ചില കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അച്ചീവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ചില കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് വരാൻ വേണ്ടി ചില മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. സോ നമുക്ക് റിലേഷൻഷിപ്പിലേക്ക് വരാം. നിങ്ങളുടെ ഒരു കറന്റ് സിറ്റുവേഷൻ എന്നുള്ളത് നോക്കാം. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ എല്ലാ കാര്യങ്ങളും ഒരു ആക്ഷൻ മോഡിലേക്ക് വരുന്ന ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് നിങ്ങൾ പോകുന്നത്. ചില ആളുകൾ അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എടുക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. ചില ആളുകൾ നിങ്ങൾ പഠിത്തം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം, നിങ്ങളുടെ കോളേജ് ഓർ എന്തെങ്കിലും അക്കാഡമിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് നിങ്ങളുടെ ഒരു കറന്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ വളരെ ആക്റ്റീവ് ആയിട്ടാണ് ഈ ഒരു സമയം നിങ്ങൾ കണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓർ വെരി സൂൺ നിങ്ങൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് വരുന്നത്. ഓക്കെ, സോ നിങ്ങളുടെ ഒരു ബ്ലെസ്സിങ്, ഒരു 1 മന്തിലേക്കുള്ളൊരു മേജർ ചേഞ്ച് എടുത്തു കാണിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ വളരെ എൻഗേജ്ഡ് ആയിട്ടാണ് പല കാര്യത്തിലും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യത്തിൽ വരിക, നിങ്ങൾക്ക് താല്പര്യമുള്ള സബ്ജക്റ്റിലേക്ക് വരിക, താല്പര്യമുള്ള കാര്യങ്ങൾ ചെയ്യുക. അത് ചില ആളുകൾ നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ ടാലന്റ് ആയിരിക്കും, നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്ന ചില ടാലന്റ് ആയിരിക്കാം. നിങ്ങൾ ഫിസിക്കലി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യത്തിലേക്ക് എൻഗേജ്ഡ് ആവുന്നുണ്ടായിരിക്കണം. നിങ്ങൾക്ക് ഇതുവരെ നിങ്ങളുടെ ഒരു
നിങ്ങൾക്ക് ഇത്രയ്ക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ തോന്നിയിട്ടുള്ള കാര്യത്തിൽ നിന്ന് പുറമെ നിങ്ങൾക്ക് പല കാര്യങ്ങളും വന്ന് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കാം. സോ ചില ആളുകൾ നിങ്ങൾ അങ്ങനത്തെ ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അത് വളരെ നിങ്ങൾക്ക് തന്നെ വളരെ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരു ക്രേവ് ഉണ്ടാവുന്നുണ്ട്. ഇറ്റ്സ് ലൈക്ക് നിങ്ങളുടെ ലൈഫിന്റെ ഒരു അഡ്വഞ്ചർ ആയിട്ടുള്ള ഒരു സ്റ്റേജിൽ കൂടിയാണ് ഈ ഒരു സമയം നിങ്ങൾ പോകുന്നത്. കാരണം നിങ്ങൾ റിയലൈസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഒരുപാട് ഇൻസ്പയർ ചെയ്യുന്നുണ്ട്, നിങ്ങൾ മാറ്റത്തിന് വേണ്ടിയിട്ട് ഇൻസ്പയർ ചെയ്യുന്നുണ്ട് അല്ലെ. സോ അത് നിങ്ങൾക്കൊരു പെയിൻഫുൾ ആയിട്ടുള്ളൊരു പാസ്റ്റ് ആണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾ അത്ര പെയിൻഫുൾ ആയിട്ട് എടുക്കുന്ന എന്ത് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും, ഓർ നിങ്ങൾക്ക് കിട്ടുന്ന ചില ഇൻസ്പിറേഷൻ ആണ്. ഓക്കെ, സോ ചില ആളുകൾക്ക് നിങ്ങളുടെ ഒരു ഡ്രീമിലൂടെ ആയിരിക്കും നിങ്ങൾ പോകുന്നുണ്ടായിരിക്കും. നിങ്ങളുടെ ലൈഫിന്റെ ഏതൊക്കെയോ ഒരു സിറ്റുവേഷൻ കണക്ട് ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ള ചില ലൈഫ് സിറ്റുവേഷനിൽ കൂടിയാണ്, അല്ലെങ്കിൽ അതുപോലെ ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വളരെ ആക്റ്റീവായിട്ട് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് പോകുന്നത്. ആൻഡ് നിങ്ങൾക്ക് നല്ലൊരു ക്ലാരിറ്റി ഉണ്ട് എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത്. വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് അതൊക്കെ മനസ്സിലാക്കാനും അതൊക്കെ റിയലൈസ് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ ഒരു ഗ്രേറ്റ് ബ്ലെസ്സിങ് ആയിട്ട് നിങ്ങൾ എടുക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങളുടെ കൂടെയുള്ള ആളുകള് പല കാര്യങ്ങളും ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരേ കാര്യം ചെയ്തു പോകേണ്ട ഒരു സിറ്റുവേഷനിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ഏജിൽ ചെയ്യുന്ന ആളുകൾ ചെയ്യുന്നതിനും വ്യത്യസ്തമായിട്ടായിരിക്കാം ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ഏജിലുള്ള ആളുകളൊക്കെ ജോബിന് പോകുന്ന ഒരു സമയമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജിൽ കൂടി ആയിരിക്കും നിങ്ങൾ പോകുന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ ഏജിലുള്ള ആളുകളൊക്കെ റിലേഷൻഷിപ്പിലേക്ക് ഫോക്കസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വളരെ ഡിറ്റർമിനേഷനോട് കൂടിയിട്ട് വേറെ എന്തൊരു കാര്യത്തിലേക്കാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, പക്ഷെ അത് നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും വലിയൊരു മാറ്റത്തിലേക്കാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിന്റെ ഏറ്റവും വലിയൊരു ടേണിംഗ് പോയിന്റ് ആണ് ആ ഒരു സിറ്റുവേഷൻ. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ആക്ഷനിലേക്കാണോ വരുന്നത്, അല്ലെങ്കിൽ എന്താണോ ലൈഫ് നിങ്ങളെ ചെയ്യാൻ ഫോഴ്സ് ചെയ്യുന്നത്, അത് നിങ്ങളെ ലീഡ് ചെയ്യുന്നത് ഇതുപോലത്തെ ഒരു മാറ്റത്തിലേക്കാണ്. ഓക്കെ, നിങ്ങളുടെ ലൈഫിന്റെ ഒരു മേജർ ഷിഫ്റ്റ് സംഭവിക്കാനുള്ള ചില ആക്ഷൻസിലേക്ക് നിങ്ങൾ ഓൾറെഡി വന്നിട്ടുണ്ട്. ചില ആളുകൾക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത്. ആ ഒരു ക്ലാരിറ്റി കിട്ടുക എന്നുള്ളതായിരിക്കും നിങ്ങൾക്ക് ഇത്ര കാലത്തെ ഒരു സ്ട്രഗിൾ എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പൊ നിങ്ങൾക്കറിയാം എക്സാക്ട്ലി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, എന്തിലേക്കാണ് വേണ്ടത്. അത് റിലേറ്റഡ് ആയിട്ടുള്ള ചില റിയലൈസേഷനും കാഴ്ചപ്പാടും നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ ഈ ഒരു ടൈമിൽ നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കേണ്ടതും നിങ്ങളുടെ കൂടുതൽ ആളുകൾക്ക് പെട്ടെന്ന് നിങ്ങളെ മനസ്സിലാക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. കാരണം നിങ്ങളുടെ പാത്ത് കുറച്ച് ഡിഫറെന്റ് ആയിട്ട് ഉണ്ടാവുന്നുണ്ട്. അല്ലെങ്കിൽ ചില ആളുകൾക്ക് വളരെ നല്ല രീതിയിലുള്ള ഒരു എൻകറേജ്മെന്റ് നിങ്ങളുടെ കൂടുതലുള്ള ആളുകളുടെ അടുത്ത് നിന്ന്, നിങ്ങളുടെ ഫാമിലി ആയിരിക്കാം, അവിടുന്ന് വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഗ്രാറ്റിറ്റ്യൂഡ്. ഓക്കെ, സോ നിങ്ങളുടെ എസ്പെഷ്യലി നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, ഗൈസ്, വാട്ട് ഐ എം ഹിയറിംഗ് ഇസ്, നിങ്ങള് ഒരു ടൈമിൽ നിങ്ങളുടെ ലൈഫിൽ ഇല്ലാത്ത ചില കാര്യത്തിന് നിങ്ങൾ ഗ്രേറ്റ്ഫുൾ ആയിട്ട് നിന്നിട്ടുണ്ടായിരിക്കണം അല്ലെ. അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു സ്റ്റേജിൽ പോലും നിങ്ങൾ ഒരുപാട് ഹോപ്പ്ഫുൾ ആയിട്ട് നിന്നിട്ടുണ്ടായിരിക്കണം, ഒരുപാട് ഗ്രേറ്റ്ഫുൾ ആയിട്ട് നിന്നിട്ടുണ്ടായിരിക്കണം. സോ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കാത്തതും, അല്ലെങ്കിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്തതുമായിട്ടുള്ള ചില മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്. അത് മെയിൻലി എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ ലൈഫിൽ ഇല്ലാത്ത ചില കാര്യത്തിന് വേണ്ടിയിട്ട്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യത്തിന് വേണ്ടിയിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ വെരി സൂൺ നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കുന്നുണ്ട്. അതിന്റെ ഒരു ഡിസ്റ്റൻസ് കുറയുന്നത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. സോ നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അത് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ചില ആളുകൾ അതിൽ ജീവിക്കാൻ തുടങ്ങുന്നുണ്ട്. അത് ചില ആളുകൾ ഈ ഒരു സമയത്ത് നിങ്ങൾ അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരിക്കാം അല്ലെ. നിങ്ങളുടെ ഡ്രീമിന് അങ്ങനത്തെ ഒരു ക്ലാരിറ്റി നിങ്ങൾ കൊടുക്കുന്നുണ്ടായിരിക്കണം. ഈ ഒരു സമയത്ത് ചില കാര്യങ്ങളിലേക്കൊക്കെ എങ്ങനെ എത്തും, എങ്ങനെ അത് സംഭവിക്കുന്ന അറിയില്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ചില കാര്യങ്ങളെ പറ്റിയിട്ട്, നിങ്ങൾക്ക് എന്ത് വേണം ലൈഫിൽ, നിങ്ങളുടെ ഡിസയർസിനെ പറ്റിയിട്ട്, നിങ്ങളുടെ ഡ്രീംസിനെ പറ്റിയിട്ട് ഒരു ക്ലാരിറ്റി ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, ട്രസ്റ്റ് മീ ഗൈസ്, അത് ഡെഫിനറ്റ്ലി നിങ്ങൾക്കൊരു പാത്ത് ഉണ്ടാക്കി കൊണ്ടുവരുന്നുണ്ട്. ഈ സമയത്ത് അതൊന്നും നിങ്ങളുടെ ലൈഫിൽ ഗ്രോ ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും ഡെഫിനറ്റ്ലി ഗൈസ്, നിങ്ങൾക്ക് എന്തൊക്കെയാണോ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ഉള്ളത്, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, എസ്പെഷ്യലി ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതുന്ന ആളുകളോ, എസ്പെഷ്യലി ഗ്രാറ്റിറ്റ്യൂഡ് ഓർ നിങ്ങളുടെ വിഷന് വേണ്ടിയിട്ട് അത്ര ക്ലാരിറ്റി നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡു ഇറ്റ് ദാറ്റ്. കാരണം അത് നിങ്ങളെ അതിന്റെ ഒരു ഗ്രോത്തിലേക്ക് നിങ്ങളെ ലീഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ പല കാര്യങ്ങളും നിങ്ങൾ അതുപോലെ എനർജറ്റിക്കലി, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനത്തെ ഒരു വൈബ്രേഷൻ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, അങ്ങനത്തെ ഒരു ഫ്രീക്വൻസിയിലേക്ക് കണക്ട് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. സോ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഒരു കറന്റ് സിറ്റുവേഷനെ പറ്റിയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഹോപ്പ്ഫുൾ ആയിട്ടാണ് നിങ്ങൾ കണക്ട് ചെയ്യുന്നത്. വളരെ നല്ല കാര്യങ്ങൾ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്, വളരെ നല്ലൊരു ലീഡർഷിപ്പ് നിങ്ങൾ എടുക്കുന്നുണ്ട്. ആൻഡ് മെയിൻലി നിങ്ങൾ നല്ലൊരു രീതിയിൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ആഗ്രഹത്തിലേക്ക്, നിങ്ങളുടെ ലൈഫിലേക്ക് വളരെ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ആൻഡ് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ലൈഫിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കൂടി അല്ല നിങ്ങൾ പോകുന്നതെങ്കിൽ പോലും, വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ കൂടെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഹോപ്പ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ട്, നിങ്ങൾക്ക് എന്ത് വേണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ എത്താൻ സാധിക്കുന്നുള്ള ആ ഒരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ,
യു ഗൈസ് ആർ ഡൂയിങ് അമേസിംഗ് ജോബ്. ഓക്കെ, സോ നിങ്ങൾ അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകേണ്ടത്. ആൻഡ് എനർജറ്റിക്കലി നിങ്ങൾ അങ്ങനെ തന്നെയാണ് റേസ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ തന്നെയാണ് നിങ്ങൾ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നതും. ആൻഡ് ഇത് നിങ്ങൾക്കുള്ളൊരു കൺഫർമേഷൻ ആയിട്ട് നിങ്ങൾ എടുക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു സമയത്ത് ഒരു പൂക്കാലം ഇല്ലാന്നുണ്ടെങ്കിൽ വെരി സൂൺ വിത്തിൻ എ മന്ത് ടൈം നിങ്ങൾക്കത് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, വരുന്നൊരു 30 ഡേയ്സിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി 33 ഡേയ്സിനുള്ളിൽ എക്സാക്ട്ലി നിങ്ങൾക്കത് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, സോ ട്രസ്റ്റ് മീ ഗൈസ്. സോ ഫോക്കസ്. സോ അഗെയിൻ നിങ്ങൾക്കുള്ളൊരു കൺഫർമേഷനും അതാണ്, ഫോക്കസ് ആൻഡ് ബിഗിനിങ്. ഓക്കെ, ആക്ഷൻ. ഓക്കെ, സോ നിങ്ങൾ എന്താണോ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡിസയർ ഉണ്ടെങ്കിൽ അതിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യാം. ഓക്കെ, എസ്പെഷ്യലി നിങ്ങൾ പഠിത്തം റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യം ഉണ്ടെങ്കിൽ, പഠിത്തം ഒരു പകുതിയാക്കി വെച്ചിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഗൈസ് ഫോക്കസ് ഓൺ ദാറ്റ്, നിങ്ങൾക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഓർ നിങ്ങൾ ഒരുപാട് എഴുതിയിട്ടുള്ള എക്സാംസ് ഒക്കെ നിങ്ങൾക്ക് വീണ്ടും നിങ്ങൾ ശ്രമിക്കാൻ നിങ്ങൾക്ക് അത് ഫിനിഷ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. വരുന്ന 33 ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുപോലത്തെ വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ചില അച്ചീവ്മെന്റ്സ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. എക്സാംസ് റിലേറ്റഡ് ഓർ ഇന്റർവ്യൂ ക്ലിയർ ആവുന്നതായിരിക്കാം. ഓക്കെ, ക്ലാരിറ്റി ഉണ്ടാവുന്നതായിരിക്കാം. നിങ്ങൾക്ക് റിയലൈസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അത് വരുന്നൊരു അതും അഗെയിൻ ലൈക്ക് നിങ്ങൾക്ക് വിത്തിൻ 1 month ടൈമിനുള്ളിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ചില കാര്യങ്ങൾ നിങ്ങൾ റിയലൈസ് ചെയ്യുന്നുണ്ട്, ചില കാര്യങ്ങൾ നിങ്ങൾ കാണുന്നുണ്ട്, ചില പ്ലേസിൽ നിങ്ങൾ വിസിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കണം, ട്രാവൽ ചെയ്യുന്നുണ്ടായിരിക്കണം. ഓക്കെ, ചില ആളുകൾ മീറ്റ് ചെയ്യുന്നുണ്ടായിരിക്കണം. ഓക്കെ, സോ ചില ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്, എസ്പെഷ്യലി നിങ്ങളുടെ ആൻസിസ്റ്റർ ഓർ നിങ്ങളുടെ ഫാമിലിയിൽ എൽഡേഴ്സ് ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് നിങ്ങളെ മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അവരുടെ എന്തൊക്കെയോ ഒരു ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. സോ നിങ്ങളുടെ ഒരു കറന്റ് സിറ്റുവേഷൻ വളരെ ഡിറ്റർമൈൻഡ് ആണ്, വളരെ ഫോക്കസ്ഡ് ആണ്. And you guys are on the right path. Okay, അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. And let's see എന്താണ് നിങ്ങളുടെ ഒരു കരിയർ ഫൈനാൻഷ്യൽ സിറ്റുവേഷനിൽ സംഭവിക്കുന്നത്, എന്താണ് നിങ്ങളുടെ ഒരു കറന്റ് സിറ്റുവേഷൻ. സി ഗൈസ്, നിങ്ങൾ ചില കാര്യങ്ങൾ സറണ്ടർ ആവുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. അതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് നിങ്ങൾ ചില കാര്യങ്ങൾ ഗിവ് അപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങളുടെ കൺട്രോൾ അല്ലാതെ വരുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു ഫ്ലോയിൽ പോവുക എന്നുള്ളതല്ലോ. നിങ്ങൾ എന്താണോ ജോബിലൊക്കെ വരുന്ന സമയത്ത് അന്വേഷിച്ച് നടന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ ആയിരിക്കാം. ഇറ്റ്സ് നോട്ട് ലൈക്ക് നിങ്ങളുടെ ഒരു പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതല്ല, നിങ്ങൾക്ക് വേണ്ട ഒരു കാര്യത്തിന് ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ എന്തായിരിക്കണം, ഫൈനാൻഷ്യലി വരുന്ന സമയത്ത് എന്തായിരിക്കണം, ഫൈനാൻഷ്യലി നിങ്ങൾ എങ്ങനെയായിരിക്കണം, നിങ്ങൾ എങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് വരണം, നിങ്ങൾ എങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് വരണം, ഫൈനാൻഷ്യൽ ലൈഫ് സ്റ്റൈലിലേക്ക് വരണം. ഓർ ചില ആളുകൾക്ക് നിങ്ങൾക്കൊരു ഡ്രീം ഉണ്ട് ജോബില്, നിങ്ങളുടെ കർമ്മ, നിങ്ങളുടെ ജോബ്, നിങ്ങളുടെ പാഷൻ ഓർ നിങ്ങളുടെ പേർപ്പസ് എന്തോ ആയിക്കോട്ടെ. സോ നിങ്ങൾ എന്തോ ഒരു റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്കൊരു സ്പാർക്ക് കിട്ടിയിട്ടുണ്ട്, ഒരു ക്ലാരിറ്റി ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സോ നിങ്ങൾ മോസ്റ്റ്ലി ലൈക്ക് ഈ ഒരു 1 month ടൈം നിങ്ങൾ അതിനെ ചേസ് ചെയ്യുന്ന രീതിയിലായിരിക്കാം, അതിന്റെ പിറകെ ആയിരിക്കാം നിങ്ങൾ കൂടുതൽ എൻഗേജ്ഡ് ആയിട്ടിരിക്കാം. ഓക്കെ, ആൻഡ് നിങ്ങൾക്ക് അതിൽ നല്ലൊരു ക്ലാരിറ്റി ഉണ്ട്, ഇത് എക്സാക്ട്ലി നിങ്ങളുടെ ലൈഫിൽ വേണ്ട ഒരു കാര്യമാണെന്നുള്ള ഒരു ക്ലാരിറ്റി ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ കരിയർ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ നോക്കുന്ന സമയത്ത് ഈ 1 month ടൈം നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ചാലഞ്ചിങ് ആയിട്ടാണ്, നിങ്ങൾക്ക് കുറച്ചൊരു അഡ്വഞ്ചർ ജേർണിയാണ് ഡെഫിനറ്റ്ലി എക്സ്പെക്ട് ചെയ്യേണ്ടത്. ആൻഡ് മെയിൻലി നിങ്ങൾക്ക് കിട്ടുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത്, നിങ്ങൾ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുള്ള ചില ഡിസയർ ഉണ്ടായിരിക്കണം, നിങ്ങളുടെ ജോബിലോ, നിങ്ങളുടെ ഡ്രീം ജോബോ, നിങ്ങളൊരു ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ. ഓക്കെ, സോ ഈ ഒരു 1 month ടൈമിൽ നിങ്ങൾ പോകുന്ന ഒരു ജേർണി, നിങ്ങൾ ആഗ്രഹിച്ചൊരു കാര്യത്തിലേക്കുള്ള ഒരു ജേർണിയിൽ കൂടി ആയിരിക്കാം നിങ്ങൾ പോകുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ നിങ്ങൾ ആഗ്രഹിച്ചൊരു കാര്യം അവിടെ ഉണ്ടായിരിക്കണം, പക്ഷെ ആ ഒരു ജേർണി എന്ന് പറയുന്നത് കുറച്ച് ചലഞ്ച് കാണിക്കാം നിങ്ങൾക്ക്. ഓക്കെ, സോ അവിടെ അപ്പ് ആൻഡ് ഡൗൺസ് ഡെഫിനറ്റ്ലി നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണം, അല്ലെങ്കിൽ ചില മാറ്റങ്ങൾ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി എക്സ്പെക്ട് ചെയ്യാം. നിങ്ങളൊരു ജോബ് ചേഞ്ച് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഫൈനാൻഷ്യൽ ചേഞ്ച് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ആ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് എത്താൻ നിങ്ങൾ പോകുന്ന വഴി അത്ര ഈസി ആയിട്ട് ഉണ്ടാവില്ല, പക്ഷെ അത് വർത്ത് ആണ്. ഓക്കെ, നിങ്ങൾ എത്തിപ്പെടുന്ന ഒരു പ്ലേസ് എന്ന് പറയുന്നത്, ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അച്ചീവ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി നിങ്ങളുടെ ആ ഒരു ചാലഞ്ചിനൊക്കെ വർത്ത് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഓക്കെ, സോ നിങ്ങൾ ചില കാര്യങ്ങൾ അങ്ങനെ വളരെ അഡ്വഞ്ചർ ആയിട്ടും വളരെ റിസ്ക് എടുത്തിട്ടും ചെയ്യുന്നുണ്ട്. നിങ്ങൾ ജോബിലൊക്കെ വരുന്ന സമയത്ത് വളരെ റിസ്ക് എടുത്തിട്ട് പല കാര്യങ്ങളും നിങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ ഒരു ഫൈനാൻഷ്യൽ ജോബ് സിറ്റുവേഷനിലൊക്കെ നോക്കുന്ന സമയത്ത് അതൊക്കെ അതിനെ അഗെയിൻസ്റ്റ് ആയിട്ട് സംഭവിക്കുന്ന പോലെ ആയിരിക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കാം, അല്ലെ? സോ എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ സറണ്ടർ ചെയ്യണം എന്ന് പറയുന്നത് വെച്ചാൽ, നിങ്ങൾ ഈ ഒരു ജേർണിയിലേക്ക് പോകുന്ന, ഈ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്ന ആ ഒരു ജേർണി നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് പോലെ ആയിക്കൊള്ളണമെന്നില്ല, നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന പോലെ ആയിക്കൊള്ളണമെന്നില്ല, അവിടെ ഒരു ഷോർട്ട് കട്ട് നിങ്ങൾക്ക് ഉണ്ടാവില്ല. ആ ഒരു സിറ്റുവേഷൻ ഡെഫിനറ്റ്ലി നിങ്ങൾ സറണ്ടർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. സോ ആ ഒരു പാത്തിലൂടെ നിങ്ങൾ പോവുക, എന്ത് ചാലഞ്ച് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് ഈ ഒരു സമയം നിങ്ങൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, സോ ജസ്റ്റ്
ഗോ വിത്ത് ഫ്ലോ. എന്താണെന്നുണ്ടെങ്കിൽ അത് ഡീൽ ചെയ്യുക. ഓക്കെ, കാരണം ട്രസ്റ്റ് മീ, ലൈക്ക് ചില കാര്യങ്ങൾ നിങ്ങൾ ഒരുപാട് ക്ലെൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇറ്റ്സ് ലൈക്ക് നിങ്ങൾക്ക് എന്തിനാണ് ക്ലെൻസ് ചെയ്യുന്നത്? നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ, നിങ്ങളുടെ ഒരു ഫൈനാൻഷ്യൽ സ്റ്റേറ്റസ്, നിങ്ങളുടെ ഒരു ഫൈനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ മണി റിലേറ്റഡ് ആയിട്ട്, നിങ്ങളുടെ ജോബ്, നിങ്ങളുടെ പേർപ്പസ്, നിങ്ങളുടെ പാഷൻ എന്താണെന്നുള്ളതും, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങൾ ഒരുപാട് ഷാർപ്പെയിൻ ചെയ്യാൻ, നിങ്ങളുടെ സ്കിൽ ഒരുപാട് ഷാർപ്പെയിൻ ചെയ്യാൻ, നിങ്ങളുടെ ടാലന്റ് ഒരുപാട് ഷാർപ്പെയിൻ ചെയ്യാൻ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷെ അവിടെ നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നത് പോലെയൊക്കെ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ സ്കില്ല് ഏതൊക്കെയോ രീതിയിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്ന ചാലഞ്ച് നിങ്ങൾ ഒരുപാട് ഷാർപ്പെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങളുടെ സ്ട്രെങ്ത് ആയിരിക്കാം, നിങ്ങളുടെ ടാലന്റ് ആയിരിക്കാം, നിങ്ങളുടെ എക്സ്പീരിയൻസ് ആയിരിക്കാം. ഓക്കെ, സോ ഏതൊക്കെ രീതിയിൽ നിങ്ങൾ ഒരുപാട് അത് ക്ലെൻസ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഒരുപാട് മനസ്സിലാക്കാൻ അത് ഒരുപാട് സഹായിക്കുന്നുണ്ട് സിറ്റുവേഷൻ. അതുപോലെ എക്സാക്ട്ലി ഇറ്റ്സ് എ സെൽഫ് റിഫ്ലക്ഷൻ. ഓക്കെ, നിങ്ങൾക്കുള്ള ഒരു മെസ്സേജ് എന്ന് പറയുന്നത്, ചില ആളുകൾ നിങ്ങൾ മസ്റ്റ് ആയിട്ട് കേൾക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു ഫൈനാൻഷ്യൽ തോട്ട്സ് എങ്ങനെയാണ്, മണി ക്യാഷിനെ പറ്റി പറയുന്ന സമയത്ത്, ജോബിനെ പറ്റിയിട്ട് പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ ജോബിനെ പറ്റി ചിന്തിക്കുന്ന സമയത്ത് എന്താണോ നിങ്ങളുടെ ഒരു തോട്ട്സ്, നിങ്ങളുടെ ഫീലിങ്സ്, നിങ്ങളുടെ ബിലീഫ് എന്താണോ, ആൻഡ് ഈ ഒരു സിറ്റുവേഷൻ അതും ക്ലെൻസ് ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് നിങ്ങൾക്ക് വലിയ വലിയ ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കണം, പക്ഷെ ഇതുവരെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ തന്നെ റിഫ്ലക്ഷൻ, അത് നിങ്ങൾ എങ്ങനെയാണ് റിഫ്ലക്ട് ചെയ്യുന്നത് അത് തന്നെയായിരിക്കും നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരിക്കുക, അല്ലെ? പക്ഷെ ചില സിറ്റുവേഷനിലൂടെ നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു റിഫ്ലക്ഷൻ, നിങ്ങളുടെ ആഗ്രഹത്തിനൊത്ത് നിങ്ങൾക്ക് ക്ലെൻസ് ചെയ്യാൻ, നിങ്ങൾക്ക് ട്യൂൺ ചെയ്യാൻ, നിങ്ങൾക്ക് ഷാർപ്പെയിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഗൈസ്, ലൈക്ക് ഇറ്റ്സ് എ വെരി സ്ട്രോങ് മെസ്സേജ് ഫോർ യു. ഐ റിപ്പീറ്റ് ദിസ്. നിങ്ങൾ എന്താണോ ഈ സിറ്റുവേഷനിൽ കൂടെ പോകുന്നത്, അത് നിങ്ങളുടെ ആഗ്രഹത്തിനൊത്തിട്ട് നിങ്ങളുടെ റിഫ്ലക്ഷൻ നിങ്ങളെ മാറ്റിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. ഇറ്റ്സ് ലൈക്ക് നിങ്ങൾക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരിക്കണം, നിങ്ങൾ ഒരുപാട് മാറ്റം ആഗ്രഹിക്കുന്നുണ്ടായിരിക്കണം. ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ കണ്ണാടിയുടെ മുന്നിൽ പോകുന്ന സമയത്ത് നിങ്ങൾ എങ്ങനെയാണോ നിങ്ങൾ പ്രസന്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്, നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളുടെ ഫേസ് വെച്ചിട്ടുള്ളത്, നിങ്ങൾ ശരീരം വെച്ചിട്ടുള്ളത്, അത് തന്നെയാണ് നിങ്ങൾക്ക് കണ്ണാടിയുടെ മുന്നിൽ കാണാൻ സാധിക്കുക, അല്ലെ? നിങ്ങൾക്ക് അതിൽ കുറച്ചുകൂടെ മാറ്റം വരുത്തണം, നിങ്ങൾ കുറച്ചുകൂടി പ്ലസന്റ് ആയിട്ട് കാണണം എന്നുണ്ടെങ്കിൽ ആ കണ്ണാടിയിൽ കാണുന്ന റിഫ്ലക്ഷനിൽ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല, അല്ലെ? ആ മാറ്റങ്ങൾ വരുത്തണം എന്നുണ്ടെങ്കിൽ, നമ്മൾ കാണുന്ന ഒരു റിഫ്ലക്ഷനിൽ മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ നമ്മളാണ് മാറ്റേണ്ടത്, അല്ലെ? എന്നാലാണ് ആ ഒരു റിഫ്ലക്ഷൻ, കണ്ണാടി എന്തൊക്കെ ചെയ്താലും നമുക്ക് ആ ഒരു റിഫ്ലക്ഷൻ മാറ്റാൻ പറ്റില്ല, അല്ലെ? പ്ലസന്റ് ആയിട്ട് വെക്കാൻ പറ്റില്ല, നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ മാറ്റാൻ പറ്റില്ല, റൈറ്റ്? സോ നിങ്ങൾക്കുള്ള ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മെസ്സേജും അതാണ്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ ആഗ്രഹം, നിങ്ങളുടെ മണി റിലേറ്റഡ് ആയിട്ട്, നിങ്ങളുടെ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ആഗ്രഹത്തിനും എന്തെങ്കിലുമൊക്കെ ഒരു തടസ്സം നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു മാറ്റം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ തന്നെ ചില മാറ്റങ്ങൾ നിങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട്. എന്നാലേ നിങ്ങൾക്ക് അത് നിങ്ങളുടെ ലൈഫിൽ റിഫ്ലക്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. ഓക്കെ, സോ നിങ്ങൾ പോകുന്ന അവസ്ഥ നിങ്ങൾ അതുപോലെ ക്ലെൻസ് ചെയ്യാൻ, നിങ്ങൾ അതുപോലെ ഷാർപ്പെയിൻ ചെയ്യാൻ, നിങ്ങളുടെ ഒരു റിഫ്ലക്ഷൻ റൈറ്റ് ആക്കി കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ എപ്പോഴും നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങളുടെ തോട്ട്സ് എന്താണ്, നിങ്ങൾ എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. സോ മേ ബി അതായിരിക്കും ചില ആളുകൾക്ക് കുറച്ചൊരു പേടിപ്പെടുത്തുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത്, അല്ലെ? സോ ചില കാര്യം എന്തുകൊണ്ടാണ് പേടി ഉണ്ടാവുക? നിങ്ങൾക്ക് അത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബിലീവ് ഉണ്ടായിട്ടുണ്ടായിരിക്കണം മാറ്റം ഉണ്ടാവില്ല എന്നുള്ളത്, അല്ലെ? അതുകൊണ്ടാണ് ചില സിറ്റുവേഷൻ നിങ്ങൾ സറണ്ടർ ചെയ്യുക ആൻഡ് നിങ്ങൾ ഡീൽ ചെയ്യുക, ചില കാര്യങ്ങൾ നിങ്ങൾ ഡീൽ ചെയ്യുക. എന്താണ് ലൈഫ് ഈ ഒരു സമയത്ത് ഒരു പ്രോബ്ലം ആയിട്ട് തരുന്നത്, ജസ്റ്റ് ഫേസ് ഇറ്റ്, ഡീൽ ഇറ്റ്. ഓക്കെ, അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ആൻഡ് ലെറ്റ്സ് സീ എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നത്, എന്താണ് നിങ്ങൾക്കുള്ളൊരു ഫുൾ മൂൺ മെസ്സേജ് എന്ന് നോക്കാം. റിലേഷൻഷിപ്പിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ചില മാറ്റങ്ങൾ എടുക്കുന്നുണ്ട്, അല്ലെ? ചില പ്ലേസിന്ന് വരുന്നുണ്ട്, ചില ഡിസിഷൻ എടുക്കുന്നുണ്ട്, ചില ആക്ഷൻ എടുക്കുന്നുണ്ട്, നിങ്ങളുടെ പല പാറ്റേൺസും നിങ്ങൾക്ക് ബ്രേക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങളുടെ ഒരു ട്രോമ സിറ്റുവേഷൻ ആയിരിക്കാം, നിങ്ങൾ ഇതുവരെ സെയിം കാര്യം തന്നെയാണ് നിങ്ങൾ റിലേഷൻഷിപ്പിൽ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, ചില മാറ്റങ്ങൾ നിങ്ങൾ വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ചില മാറ്റങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ചില ആളുകൾ വളരെ സ്ട്രോങ് ആയിട്ട് അതുപോലത്തെ ആക്ഷൻസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എടുക്കുന്നുണ്ട്. ഈ സമയം നിങ്ങൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ, ചില ആളുകൾ വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങളെ ഒരു പ്ലേസിലേക്ക് കൊണ്ടുവെക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു സെന്ററിലേക്ക് കൊണ്ടുവെക്കുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ ചെയ്യുന്ന കാര്യം കൊണ്ടായിരിക്കാം, നിങ്ങൾ എടുക്കുന്ന ഡിസിഷൻ കൊണ്ടായിരിക്കാം, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് കൊണ്ടായിരിക്കാം. കാരണം ഈ ഒരു സമയത്ത് നിങ്ങൾ പോകുന്ന ഒരു സോളിറ്റ്യൂഡ് ജേർണി ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ എടുക്കുന്ന ചില ആക്ഷൻസ് ഉണ്ട്. ഓക്കെ, ഈവൻ നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ എടുക്കുന്ന ആക്ഷൻ നിങ്ങൾ ആ ഒരു സോളിറ്റ്യൂഡ് മോഡിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു ഇൻഡിവിജ്വാലിറ്റിയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, സോ ഒരു വ്യക്തിത്വം എന്നുള്ള രീതിയിലേക്ക് ചില മാറ്റങ്ങൾ നിങ്ങൾ സ്വയം നിങ്ങൾ എടുക്കുന്നുണ്ട്. ആളുകൾ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് പാറ്റേൺ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. ആളുകൾ മാറ്റുക എന്നുള്ളതല്ല, റിലേഷൻഷിപ്പിലെ വ്യക്തികൾ മാറ്റുക എന്നുള്ളതല്ല, റിലേഷൻഷിപ്പ് പാറ്റേൺ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ടുള്ള ചില പാറ്റേൺ, അല്ലെങ്കിൽ നിങ്ങൾ
എപ്പോഴും എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരുന്ന ചില കാര്യങ്ങൾ, അത് പ്രോബ്ലി നിങ്ങൾക്ക് വേണ്ടാത്ത ചില കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് നിങ്ങൾക്ക് ആ ഒരു പാറ്റേൺ നിങ്ങൾക്ക് ബ്രേക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ അതിന് അനുസരിച്ചിട്ടുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ചില ആക്ഷൻ നിങ്ങൾ എടുക്കുന്നുണ്ട്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് വേറെ ഒന്നിനും നിങ്ങൾ ഡൈവേർട്ട് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ വളരെ ഡിറ്റർമൈൻഡ് ആണ് ഈ ഒരു കാര്യത്തിൽ. മേ ബി ലൈക്ക് നിങ്ങൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ കൂടെ പോയിട്ടുണ്ടായിരിക്കണം. ഓക്കെ, റിയലൈസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം ചില കാര്യങ്ങൾ എന്താന്നുള്ളത്. നിങ്ങൾ ഫൈനലി നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഫൈനലി നിങ്ങൾ ആ ഒരു ചേഞ്ച് നിങ്ങൾ ഡീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആ ഒരു മാറ്റമായിട്ട് മാറുന്നുണ്ട്. സോ നിങ്ങൾ എടുക്കുന്ന ചില മാറ്റങ്ങൾ നിങ്ങളൊരു റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്തും വളരെ നല്ല രീതിയിലുള്ള ഒരു സിറ്റുവേഷനിലേക്ക് ലീഡ് ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ചില റിലേഷൻഷിപ്പ് വളരെ നിങ്ങൾ എടുക്കുന്ന മാറ്റത്തിലൂടെ ചില ആളുകൾക്ക് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. റിലേഷൻഷിപ്പ് പാറ്റേണിൽ വളരെ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. ചില ആളുകൾ നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങളൊരു ബ്രേക്ക് എടുക്കുന്നുണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഒരു ഡിസ്റ്റൻസ് എടുക്കുന്നുണ്ടായിരിക്കണം, അല്ലെ? സോ നിങ്ങളുടേതായിട്ടുള്ള ചില പാത്ത് നിങ്ങൾ ചൂസ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ റിലേഷൻഷിപ്പിൽ മാറി നിൽക്കുക എന്നുള്ളതല്ല, അല്ലെങ്കിൽ നിങ്ങൾ റിലേഷൻഷിപ്പിലെ ഫോക്കസ് ചെയ്യുന്നില്ല എന്നുള്ളതല്ല. നിങ്ങൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ നിങ്ങൾ കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ചില പാത്ത് നിങ്ങൾ ചൂസ് ചെയ്യുന്നുണ്ട്. ചില മാറ്റങ്ങൾ അങ്ങനെയായിരിക്കാം നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് കൊണ്ടുവരുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ ചില ആളുകൾ നിങ്ങൾ ഫോഴ്സ്ഡ് ആണ് അങ്ങനത്തെ ഒരു മാറ്റം എടുക്കണം എന്നുള്ളത് നിങ്ങൾ വളരെ ഫോഴ്സ്ഡ് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്, അല്ലെ? സോ നിങ്ങൾക്ക് വേറെ വഴി ഉണ്ടാവില്ല, നിങ്ങൾ അങ്ങനത്തെ ഒരു മാറ്റം എടുത്തേ പറ്റുള്ളൂ. അത് വളരെ ഡിമാൻഡ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കാം. പക്ഷേ അങ്ങനെ എടുക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു മാറ്റം കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, സോ ലെറ്റ്സ് ടേക്ക് വൺ മെസ്സേജ് ഫോർ യുവർ റിലേഷൻഷിപ്പ്. എന്താണ് നിങ്ങളുടെ പാർട്ട്ണർഷിപ്പിൽ സംഭവിക്കുന്നത്? ഓക്കെ, സോ ചില ആളുകൾ നിങ്ങൾ എന്തെങ്കിലും പുതിയ റിലേഷൻഷിപ്പ് സിറ്റുവേഷനിലേക്ക് വരുന്നതായിരിക്കാം, ഓർ റിലേഷൻഷിപ്പ് സിറ്റുവേഷനിൽ ഒരു പുതിയൊരു മാറ്റം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, സോ അവിടെ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് പാറ്റേണിൽ ഒരു മാറ്റം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. നിങ്ങൾ ഡീൽ ചെയ്യുന്ന ആളുകൾക്ക് മാറ്റങ്ങൾ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, ചില ഗ്രോത്ത് നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള കാര്യം, ഇറ്റ്സ് എ കൺഫർമേഷൻ. നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള മാറ്റം. മേ ബി ലൈക്ക് ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ ചിലത് ഗിവ് അപ്പ് ചെയ്തിട്ടായിരിക്കാം വരുന്നുണ്ടായിരിക്കും, പക്ഷെ ആക്ച്വലി അവിടെ ഗിവ് അപ്പ് ചെയ്യുന്നുണ്ടായിരിക്കില്ല. ഓക്കെ, സോ ചില പ്ലേസിൽ നിങ്ങൾ ഇറങ്ങി വരുന്ന സമയത്ത് ആക്ച്വലി അതായിരിക്കില്ല അവിടെ മെയിൻ ചെയ്യുന്നുണ്ടായിരിക്കുക. അവിടെ ഡിഫറെന്റ് ആയിട്ടുള്ള ചില ആക്ഷൻസ് വരുന്നുണ്ട്, അല്ലെങ്കിൽ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ അവിടെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, സോ ചില ആളുകൾ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് റിലേഷൻഷിപ്പിൽ വളരെ ചൂട് പിടിപ്പിക്കുന്ന കാര്യങ്ങൾ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് എക്സോസ്റ്റഡ് ആക്കുന്നതോ നിങ്ങളെ ഒരുപാട് കുഴപ്പിക്കുന്ന ചില കാര്യങ്ങളൊക്കെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നുണ്ടായിരിക്കണം, അല്ലെ? സോ നിങ്ങൾ ഡിഫറെന്റ് ആയിട്ട് ഇതുവരെ നിങ്ങൾ ചെയ്തിട്ടുള്ള ആക്ഷൻ ഒക്കെ ഒന്ന് ഡിഫറെന്റ് ആയിട്ട് നിങ്ങൾ കാര്യങ്ങളൊക്കെ ഒന്ന് ഡീൽ ചെയ്യുക. അത് നിങ്ങളുടെ ഇമോഷൻസ് ആണെന്നുണ്ടെങ്കിലും ഒന്ന് നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പിറകോട്ട് നോക്കുക. ഓക്കെ, സോ അവിടെ എന്ത് കാര്യങ്ങൾ സംഭവിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരേ രീതിയിലുള്ള ആക്ഷൻ തന്നെയാണോ എടുക്കുന്നത്, അല്ലെങ്കിൽ ഒരേ ഫീലിംഗ്സ് തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്? അവിടെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വർക്ക് ഓൺ ദാറ്റ്. കാരണം വരുന്ന ഒരു 30 days ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള കാര്യം ബിഗിനിങ്സ് ഉണ്ടാവുന്നുണ്ട്. സോ പ്രോബബ്ലി ചില ആളുകൾ നിങ്ങൾ റിലേഷൻഷിപ്പിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, കാരണം നിങ്ങൾ സൂപ്പർ അട്രാക്റ്റീവ് ആവുന്ന ഒരു ടൈമാണ്. ഓക്കെ, സോ ലൈക്ക് ഐ ഡോണ്ട് നോ നിങ്ങൾ എന്താ അതിന് വേണ്ടിയിട്ട് ചെയ്യുന്നതെന്ന് അറിയില്ല, പക്ഷെ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ എടുക്കുന്ന ആക്ഷൻ, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് നിങ്ങൾ അത്ര ഒരു എക്സെപ്ഷണൽ ആക്കുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ അത്ര ഒരു അട്രാക്റ്റീവ് ആക്കുന്നുണ്ട്. സോ പ്രോബബ്ലി നിങ്ങൾക്ക് അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള പ്രപ്പോസൽ, അൺഎക്സ്പെക്ടഡ് ആയിട്ട് ആരെങ്കിലും നിങ്ങളെ അപ്രോച്ച് ചെയ്യാനും, അൺഎക്സ്പെക്ടഡ് ആയിട്ട് നിങ്ങൾക്ക് ഇതുപോലെ തന്നെയുള്ള മാറ്റങ്ങളൊക്കെ നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ എക്സ്പെക്ട് ചെയ്യാം. ഇതാണ് നിങ്ങൾക്കുള്ള ഒരു മെസ്സേജ് അബൌട്ട് ഫുൾ മൂൺ. നിങ്ങൾക്ക് എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ് വരുന്നത് നിങ്ങളുടെ ലൈഫിൽ എന്നുള്ളത്. സോ ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ഗുഡ് നൈറ്റ്.